ഇത് മാസ് മോട്ടോഴ്സിൽ നിന്നാണ്. നമ്മുടെ ഹോണ്ടയുടെ യൂണിക്കോണാണ് വണ്ടി. അതിൻ്റെ എൻജിൻ ഹെഡിൻ്റെ ഭാഗം നമ്മൾ ഡീകാർബണൈസിന് വേണ്ടിയിട്ട് അയച്ചായിരുന്നതാണ്. അപ്പോൾ എൻജിൻ ഹെഡ് നമ്മൾ അയച്ച് ക്ലിയർ ചെയ്യുന്നുണ്ട്. അതിനകത്ത് നമ്മൾ നിലവിൽ അതിൻ്റെ വാൽവ് ഹെഡിനകത്ത് വരുന്ന വാൽവ് സെറ്റ് നമ്മൾ മാറ്റി സീറ്റിങ് ചെയ്തെടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഈ ക്യാം ഷാഫ്റ്റിൻ്റെ 2 സൈഡിൽ വരുന്ന ബെയറിങ്ങുകൾ മാറ്റിയിട്ടുണ്ട്. കാരണം അതിന് ഓരോന്നിടത്തുനിന്ന് വെച്ചിട്ട് പ്ലേ കാണിച്ചു തുടങ്ങിയിരുന്നു. അപ്പോൾ നമ്മളത് ലെയ്ത്തിൽ കൊടുത്തിട്ട് ക്യാം ഷാഫ്റ്റ് ഫുള്ളായിട്ട് മാറ്റിയിട്ടില്ല. ഈ 2 സൈഡിലെ ബെയറിങ് മാത്രം നമ്മൾ മാറ്റിയിട്ടുണ്ട്. അപ്പോൾ അത് രണ്ടും നമുക്ക് ലെയ്ത്തിൽ വരുന്ന വർക്കുകളാണ്. ഇതാണ് അതിൻ്റെ മാറ്റിയ ബെയറിങ്ങുകൾ കേട്ടോ. പിന്നെ നമുക്ക് അതിൻ്റെ സിലിണ്ടറിനകത്ത് ഞാൻ ഫസ്റ്റ് ആ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, സിലിണ്ടറിനകത്ത് ചെറിയൊരു സ്ക്രാച്ചാണ് അതിൻ്റെ ഉള്ളിലുള്ളത്. അത് നമുക്ക് വലിയൊരു പ്രോബ്ലമായിട്ട് തോന്നുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ സിലിണ്ടറും പിസ്റ്റണും നമ്മൾ മാറ്റുന്നില്ല. ആ റിങ്സ് മാത്രം മാറ്റിയിട്ടാണ് നമ്മൾ റീസെറ്റ് ചെയ്യുക. റിങ്സ് എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് റിങ്സിൻ്റെ 445 രൂപ നമുക്ക് വരാം. കമ്പനി ഹോണ്ടയുടെ ജെനുവിൻ പാർട്സ്, എല്ലാം ജെനുവിൻ പാർട്സ് മാത്രമാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഒറിജിനൽ പാർട്സുകൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ റിങ്സ് മാത്രം മാറ്റിയിട്ട് നമ്മൾ റീസെറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ശരിക്കും സംഭവിക്കണം എന്താണെന്ന് വെച്ചാൽ, നമുക്ക് ആ പഴയ റിങ്സിൻ്റെ വൈപ്പിംഗ്, അതിൻ്റെ ഉള്ളിൽ സീലിംഗ് നടക്കുന്ന ആ ഒരു പ്രോസസ്സൊക്കെ തേമാനം വന്നിട്ട് ചെറിയൊരു ഫാൾട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ അത് ഈ പുതിയ റിങ്സ് ഇടുമ്പോൾ അത് കവറായി പോയിക്കോളും. അപ്പോൾ ആ ഭാഗം ക്ലിയർ ആയിക്കോളും. പിന്നെ നമ്മൾ എഞ്ചിൻ ഇത് അഴിച്ചപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ ഈ വരുന്ന ക്യാം ചെയിൻ എന്ന് പറയുന്ന യൂണിറ്റ് കൂടി നമ്മൾ അഴിച്ച് മാറ്റുന്നുണ്ട്. അത് നമുക്ക് ഈ സൈഡ് അഴിച്ചാൽ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അത് ഞാൻ എഞ്ചിൻ ഹെഡ് റീപ്ലേസ്മെൻറ്റ് ചെയ്യുന്ന, അതായത് ഹെഡ് ഡീകാർബണൈസിങ് ചെയ്യുന്ന വർക്കിന് വന്ന ലേബറിൽ ഉൾപ്പെടുത്തി തന്നെ അതും കൂടി അഴിച്ച് മാറ്റുന്നുണ്ട് കേട്ടോ. കാരണം നമുക്ക് ക്യാം ചെയിൻ വരാമെന്ന് പറഞ്ഞാൽ 370 രൂപ നമുക്ക് അതിന് കോസ്റ്റ് വരാം. പിന്നെ അഡീഷണൽ നമുക്ക് വരാമെന്ന് പറഞ്ഞാൽ ഈ ഒരു പാഡ് സെറ്റ്, ഒരു ഗ്യാസ്കറ്റ് മാത്രമാണ് നമുക്ക് അതിനകത്ത് വന്നുള്ളൂ. ഏകദേശം എനിക്ക് തോന്നുന്നു ഒരു 500 രൂപയ്ക്ക് അടുത്താണ് മൊത്തത്തിൽ കോസ്റ്റ് വന്നുള്ളൂ ആ ഭാഗത്ത്. അപ്പോൾ നമ്മൾ കൂട്ടത്തിൽ ചെയ്തു പോയില്ലെങ്കിൽ എന്താ പ്രോബ്ലം എന്ന് വെച്ചാൽ, പിന്നീടൊരു പ്രശ്നം വന്ന് നമ്മൾ അഴിക്കേണ്ടി വന്നപ്പോഴത്തേക്കും നമുക്ക് ഈ ലേബർ ചാർജ് അടക്കം നമുക്ക് അതിനകത്ത് അടയ്ക്കേണ്ടി വരും. നല്ല എമൗണ്ട് വരികയും ചെയ്യും. തന്നെയല്ല നമുക്കിപ്പോൾ ആവറേജ് നമുക്കൊരു 10,000-60,000 കിലോമീറ്ററോളം നമ്മൾ ഓടിയിട്ടുണ്ടല്ലോ. അപ്പോൾ ശരിക്കും സ്വാഭാവികമായിട്ടും അതിൻ്റെ ടെൻഷനറിൻ്റെ ഗ്യാപ്പ്, അതായത് ഇതാണ് ടെൻഷനർ യൂണിറ്റ്, അതിൻ്റെ ഈ എൻഡിലേക്ക് എത്തി. ഇത് ശരിക്കും പറഞ്ഞാൽ ഇത് ഫുൾ ലെങ്ത്തിൽ നിൽക്കാം. അത് ഫുൾ ലോഡായി നിൽക്കുന്ന സമയത്തിലാണ് ഇപ്പോൾ നമ്മളിപ്പോൾ അഴിച്ചേക്കണത്. പിന്നീട് അങ്ങനെ ഓടുന്തോറും ഒരല്പം കൂടി ലൂസ് വരുമ്പോൾ ആ ചെയിൻ ഇത് അടി വരും. അപ്പോൾ സ്വാഭാവികമായിട്ട് ഈ ഐറ്റം പോകും, ഡാമേജ് വരും. നമ്മൾ എങ്ങനെ മാറ്റിയിട്ടാലേ ഇതിപ്പോൾ ശരിക്കും ഇതിൻ്റെ ടെൻഷൻ കുറവുണ്ട്. അപ്പോൾ നമ്മളിത് കൂട്ടത്തിൽ മാറ്റി വിടണുണ്ട്. ഞാൻ പറഞ്ഞാൽ അപ്പോൾ പുതിയത് നമ്മൾ സെറ്റ് ചെയ്താലും സംഭവിക്കാൻ പോകുന്ന അതാണ്. അപ്പോൾ അതുകൊണ്ടും കൂടിയാണ് നമ്മൾ ആ ക്യാം ചെയിനും കൂടി കൂട്ടത്തിൽ മാറ്റി വിടണം കേട്ടോ. ഇതതിന് മാറ്റാൻ വേണ്ടിയിട്ട് വെച്ചാണ് പാർട്സുകളാണ്. പിന്നെ അതേപോലെ തന്നെ നമ്മൾ എഞ്ചിൻ ഓയിൽ മാറ്റിയിട്ട് ഫുൾ സിന്തറ്റിക്കിലേക്ക് മാറ്റുന്നുണ്ട്. ഹോണ്ടയുടെ തന്നെ ഫുൾ സിന്തറ്റിക് ഓയിലിലേക്ക് നമ്മൾ കൺവേർട്ട് ചെയ്യുന്നുണ്ട്. നമുക്ക് 742 രൂപയാണ് നമുക്ക് ഫുൾ സിന്തറ്റിക്കിലേക്ക് വരുമ്പോൾ ഓയിലിൻ്റെ റേറ്റ് വരാം. അത് ശരിക്കും പറഞ്ഞാൽ അത്യാവശ്യം എൻജിൻ കൂളിങ്ങൊക്കെ നല്ല ക്ലിയർ ആയിരിക്കും. എൻജിൻ്റെ ലൂബ്രിക്കേഷനേക്കാൾ ഉപരി എൻജിൻ കൂളിങ്ങും സീലിങ്ങൊക്കെ പക്കയായിരിക്കും. അതാണ് നമുക്ക് സിന്തറ്റിക് ഓയിലും സാധാ ഓയിലും തമ്മിലുള്ള വ്യത്യാസം വരാം. സിന്തറ്റിക് ഓയിൽ എന്ന് പറയുമ്പോൾ ശരിക്കും നമുക്ക് നമ്മുടെ വണ്ടിയുടെ എൻജിൻ്റെ അതിനനുസരിച്ചിട്ട് ഡിസൈൻ ചെയ്തേക്കുന്ന ഓയിലാണ്. മറ്റേത് സാധാരണ ഓയിൽ എന്ന് പറയുമ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നോർമലിൽ വരുന്ന ആ ഒരു ക്രൂഡ് ഓയിലിൽ നിന്ന് വരുന്ന ഓയിൽ ഫിൽട്ടർ ചെയ്ത് വന്നതാണ് സാധാ എഞ്ചിൻ ഓയിൽ. അത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം അതിൻ്റേതായിട്ടുള്ള റേറ്റുമാണ്. എന്നാൽ ബേസിക്കലി സിന്തറ്റിക് ഓയിൽ കോമൺ ആയിട്ട് മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ട് വെച്ച് നോക്കുമ്പോൾ എനിക്ക് തോന്നുന്നു ഹോണ്ടയ്ക്ക് റേറ്റ് കുറവാണ് കേട്ടോ. അപ്പോൾ എന്തായാലും നമ്മൾ ഓയിലും കൂടി കൂടുതൽ നമുക്ക് മാറ്റുന്നുണ്ട്. ബാക്കിയത്തെ വർക്ക് ഏകദേശം നമ്മൾ കംപ്ലീറ്റ് ആയിരുന്നാണ്. ഇനിയിപ്പോൾ ഇതൊന്ന് അസംബിൾ ചെയ്യാനുണ്ട്, വണ്ടി ഒന്ന് ടെസ്റ്റ് ഡ്രൈവ് കാര്യങ്ങൾ നടത്താനുണ്ട്. പിന്നെ കൂട്ടത്തിയുടെ കാർബറേറ്റർ ക്ലീനിങ് പറഞ്ഞിട്ടുണ്ട്. നമ്മളതിൻ്റെ ഈ വാക്യൂം പിസ്റ്റൻ്റെ ദിവസം ഞാൻ പെൻഡിങ്ങിലാണ് നിർത്തുന്നത്. കാരണം ചെറിയൊരു തേമാനം ഉണ്ട് അതിന്. പക്ഷേ എന്താ പറയുക, അത് ബോട്ടത്തിനും കൂടി ഉള്ളത് കൊണ്ട് തന്നെയാണ് തൽക്കാലം നമുക്കതൊന്ന് ക്ലീൻ ചെയ്ത് റീസെറ്റ് ആക്കാം. ഓടിച്ച് നോക്കിയിട്ട് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെങ്കിൽ മാത്രം നമുക്ക് ചെയ്താൽ മതി. കാരണം ഏകദേശം ഒരു 700 രൂപ 767 രൂപ അങ്ങനെയാണ് അതിൻ്റെ റേറ്റ് വരാം. വെറുതെ കാശ് കളയണ്ടല്ലോ. ജസ്റ്റ് നോക്കാം, നമുക്ക് നോക്കിയിട്ട് വേറെ ഒരു രക്ഷയില്ലെങ്കിൽ നമുക്ക് മാറ്റാം. കാരണം നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു പെർഫോമൻസിലേക്ക് എത്തുന്നില്ലെങ്കിൽ നമുക്ക് മാറ്റേണ്ടതായിട്ട് വരും. ബാക്കിത്തെ നമുക്ക് ഈ രീതിയിൽ സെറ്റ് ചെയ്യാം. അപ്പോൾ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് വൈകുന്നേരത്തേക്ക്, ഇന്ന് വൈകിട്ടത്തേക്ക് നമുക്ക് എടുക്കാനായിട്ട് പറ്റും. ഇന്ന് 22-ാം തീയതി, ഇന്ന് വൈകിട്ട് നമുക്ക് കംപ്ലീറ്റ് ചെയ്ത് എടുക്കാം കേട്ടോ. ബാക്കിത്തെ വർക്ക് ഞാനിപ്പോൾ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ.